കൃപാസനം പരിശുദ്ധ അമ്മയ്ക്കും കർത്താവ് ഈശോമിശിഹായ തമ്പുരാനും ഹൃദയത്തിൽ നിന്നും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് നീതു. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും ഇങ്ങോട്ട് വരുന്നതും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് ഞാൻ MSc കഴിഞ്ഞിട്ട് ഒരു 4 വർഷത്തിലധികമായി. പക്ഷേ ഇതുവരെ ജോലി കാര്യങ്ങളൊന്നും ഓക്കെ ആയിരുന്നില്ല. എല്ലാ ക്ലാസ്സിലും നല്ല മാർക്കോടുകൂടി തന്നെയാണ് പാസ്സായത്. നല്ല രീതിയിൽ പഠിക്കും. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോവും. എനിക്ക് ആപ്ലിക്കേഷൻ ലെവലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ബാക്കിലാണ്. അപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമവും ഭയങ്കര ട്രോമയൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും ഭയങ്കര പ്രഷറാണ്. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം കല്യാണം കഴിച്ച് പൊക്കോ അങ്ങനത്തെ സംസാരമൊക്കെ ആയപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്കിതൊരു ദൈവനിയോഗം പോലെ ഈ പത്രം എൻ്റെ കയ്യിലെത്തുന്നത്. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ സ്ഥലമൊക്കെ അന്വേഷിച്ച് ഇങ്ങ് പോന്നു. ആദ്യ ദിവസം വന്നപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എന്താണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോയി. രണ്ടാമത്തെ ദിവസം വന്ന് ഉടമ്പടി ചെയ്തു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കപ്പോഴും എൻ്റെ ഉള്ളിലൊരു സംശയം, ഞാൻ ഒരു എക്സാമും എഴുതിയ എല്ലാ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. എല്ലാത്തിൻ്റെ റിസൾട്ട് വന്നു, വേറെയൊക്കെ പെൻഡിങ് ഒന്നുമില്ല. അപ്പോൾ മാതാവ് എവിടെ നിന്ന് എനിക്കൊരു ജോലി തരും എന്നൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ഞാൻ ഇടുക്കിയിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏലക്ക ഗവേഷണ കേന്ദ്രത്തിൽ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു 6 മാസത്തിന് മുന്നേ എഴുതിയതാണ്. അതിൻ്റെ റിസൾട്ടും ഓൾറെഡി വന്നു. അപ്പോൾ എൻ്റെ വേക്കൻസി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തൊട്ട് മുന്നേ ഉള്ള കുട്ടിയെ വെച്ചിട്ട് അവരെ എടുത്തിട്ട് ലിസ്റ്റ് ക്യാൻസലാക്കി. അപ്പോൾ ഓൾറെഡി ക്യാൻസലായ ലിസ്റ്റാണ്. വേക്കൻസി കുറവുണ്ടായതുകൊണ്ട് എൻ്റെ തൊട്ട് മുമ്പുള്ള ആളിനെ വരെ അവർ എടുത്തോളൂ. അപ്പോൾ അത് ഒരുപാട് നാളായി. അപ്പോൾ അത് ലിസ്റ്റ് ക്യാൻസലാക്കിയതുകൊണ്ട് നമുക്ക് അവിടെയും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നപ്പോൾ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി വെച്ച ഡേറ്റിൻ്റെ അടുത്ത ദിവസം ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ചേട്ടൻ, അദ്ദേഹം തമിഴാണ്, അദ്ദേഹം കർണാടകത്തിലേക്ക് മാറിപ്പോയി. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസം മാതാവ് അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. വേറെ എങ്ങും ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. ഞാനും ഒട്ടും ഇത് പ്രതീക്ഷിച്ചതല്ല, കാരണം ഓൾറെഡി ക്യാൻസലായിപ്പോയ ലിസ്റ്റാണ്. അപ്പം ഒരു വേക്കൻസി ആയതുകൊണ്ട് അവർക്ക് പുതിയ എക്സാം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ പഴയ ലിസ്റ്റ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് അടുത്ത ആളായി എനിക്ക് അവർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചു. ഒരു ടെമ്പററി ജോലിയാണ്, പക്ഷേ റിസർച്ച് ഫീൽഡാണ്. എനിക്ക് അതുവഴി ഹയർ സ്റ്റഡീസിനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ എനിക്ക് ഒരു ജോലി ചെറുതാണെങ്കിലും തന്ന് അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കി. രണ്ടാമത് എൻ്റെ അനിയൻ്റെ ജോലിയുടെ കാര്യമാണ്. ഇതാണ് അനിയൻ. അവൻ്റെ പേര് ആരോമൽ. അവൻ MSc കെമിസ്ട്രി 3rd സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവനൊരു ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നോട്ടിഫിക്കേഷൻ PSC ഇടുമ്പോൾ ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. MSc കെമിസ്ട്രി എത്രത്തോളം ടഫാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ രണ്ടും ഒരുപോലെ പാരലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉറക്കമൊന്നും ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട, നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ എക്സാം അടുക്കാറായപ്പോഴത്തേക്കും ആ ഒരു വേക്കൻസി അത് 6 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം അവൻ എക്സാം എഴുതി. അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ PSC ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, ജോലി അവന് കൊടുക്കണം, അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ അവനത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങളിത് മറ്റുള്ളവരോട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ PSC ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം, PSC ഇൻ്റർവ്യൂവും അവൻ 3rd സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമും ഒരേ ഡേറ്റിൽ തന്നെ വന്നു. അപ്പോഴും ഒരു വിഷമം, നമ്മൾക്ക് എപ്പോഴും പ്രയോറിറ്റി ജോലി തന്നെയാണ്. പക്ഷേ എക്സാം എഴുതാനും കൂടെ പറ്റിയില്ലെങ്കിൽ MSc പിന്നെ സപ്ലി ആവും, പിന്നെ 1 ഇയർ അവൻ പഠിക്കണം. അപ്പോൾ അത് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൻ പഠിക്കുന്നത്, അപ്പോൾ അവന് എക്സാം ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, യൂണിവേഴ്സിറ്റി എക്സാം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത് ഭയങ്കര ഒരു മിറാക്കിളാണ്. അമ്മേനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവന് PSC ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാൻ പറ്റി, സെയിം ടൈം അവന് എക്സാം മാറ്റി വെച്ചതുകൊണ്ട് എക്സാമും എഴുതാൻ പറ്റി. അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 6 വേക്കൻസി ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം റിസൾട്ട് വന്നു. അവന് മെയിൻ ലിസ്റ്റിൽ 6ൽ 4ാമത്തെ റാങ്ക് കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതാണ് അവൻ്റെ അഡ്വൈസ് ലെറ്റർ. ഒരു 2 ആഴ്ച മുന്നേ അവൻ അഡ്വൈസ് ലെറ്റർ വന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അമ്മേനോട് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അത് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേത്
എൻ്റെ അച്ഛൻ അബ്രോഡായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. അപ്പോൾ അച്ഛന് ഇടയ്ക്ക് വെച്ചൊരു വയ്യായിക വന്നു. അങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത ആളാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര വിശ്വാസികളും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അച്ഛന് ഈ റിബ്സൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിട്ട് പൊട്ടിയിട്ട് അച്ഛന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് അമ്മയെടുത്ത് നിയോഗത്തിൽ വെച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന് ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വന്നില്ല. അത് അമ്മ മാതാവ് മാറ്റി കൊടുത്തു. ഇത്രയാണ് എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. പിന്നെ എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി ഒരു ഹിന്ദുവാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ സമീപത്തൊന്നും ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളോ പള്ളികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. ഈവൻ ബൈബിൾ പോലും ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടോ വായിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് അതൊരു ടെൻഷനായിരുന്നു. ഞാൻ എങ്ങനെ ഇത് ഫോളോ ചെയ്യും? ഒരു 50% കാരുണ്യ പ്രവൃത്തി ഓക്കെ, ഞാൻ ഓൾറെഡി സോഷ്യൽ സർവീസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ആനിമൽ റെസ്ക്യൂ വോളണ്ടിയർ ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു ബാക്കി 50% ബൈബിൾ വായിക്കണം, ഉപവാസം എടുക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല. ഞാൻ എങ്ങനെ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വായിക്കാൻ ആദ്യമൊക്കെ ടഫായിരുന്നു. ഇവിടെ വന്ന് ബൈബിൾ വാങ്ങി. അപ്പം ഞാൻ എല്ലാ ദിവസവും ഫാദറിൻ്റെ ധ്യാനങ്ങൾ കണ്ടിട്ട് ഞാനത് എഴുതിയെടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും എന്തൊക്കെ വചനങ്ങളാണോ പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്ത് അത് ഞാൻ ബൈബിളിൽ റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വചനങ്ങൾ എന്താണെന്നും അത് റെഫർ ചെയ്ത് പഠിക്കാനും ബൈബിൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വായിച്ചെടുക്കാനും എനിക്ക് പറ്റിയത്, ബുദ്ധിമുട്ടൊക്കെ മാറിയത്. അങ്ങനെ മുടങ്ങാതെ ഞാൻ അച്ഛൻ്റെ വചനങ്ങൾ എഴുതിയെടുക്കും. അതാണ് തന്നെ ഡെയിലി ബ്രെഡ്, ഡെയിലി കാണിയും, അതും ഞാൻ വചനങ്ങൾ എഴുതിയെടുക്കും. പിന്നീട് എനിക്ക് മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അമ്മേനോട് പറയും, എനിക്കിതുവരെ പറ്റിയില്ലല്ലോ, എന്നെ എന്തെങ്കിലും ഒരു അടയാളമെങ്കിലും നീ എനിക്ക് കാണിച്ചു തരണേ, അങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ഈ ഘോഷയാത്ര വരുമ്പം, പുതുക്കാൻ വരുമ്പോൾ അമ്മേൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് അടുപ്പിച്ച് 2 തവണ അമ്മേനെ പിടിക്കാനൊരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല 2 തവണയൊക്കെ അടുപ്പിച്ച് കിട്ടുമെന്ന്. പിന്നെ ഞാൻ അഖണ്ഡ ജപമാല റാലിയിലും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. ഈ തവണയും പങ്കെടുത്തു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വീടിനടുത്തുള്ള പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇടുക്കിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെയാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ വർക്കിംഗ് ടൈം മോർണിംഗ് 8:30 to 5:30 ആണ്. അപ്പോൾ എനിക്ക് സാറ്റർഡേ വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും അമ്മേനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അവിടെ തന്നെ ക്ലീനിങ് സെക്ഷനിൽ വരുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്ത് തന്നെ ഒരു ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോമും കൂടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ പഠിപ്പിക്കാനൊന്നും ആരുമില്ല, മോൾക്ക് പറ്റുമെങ്കിൽ പോയിട്ട് അവിടെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ട്യൂഷനൊക്കെ എടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കോൺടാക്ട് നമ്പറൊക്കെ തന്നു. ഞാൻ അവിടെ പോയി കോൺടാക്ട് ചെയ്തു. അടുത്ത കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് സാറ്റർഡേ, സൺഡേ അവധി കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അവർ പോവും. ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കും. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം, എൻ്റെ ഫെലോഷിപ്പ് വരുമ്പോഴൊക്കെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികൾക്കാണെങ്കിലും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നതിന് അമ്മ മാതാവിനും തമ്പുരാനും ഒരുപാട് നന്ദി. അതുപോലെ വേറൊരു അനുഭവം ഉണ്ടായത്, ഞാൻ എൻ്റെ ആദ്യം തന്നെ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ വണ്ടി ഇടിച്ചിട്ട് റോഡിൽ കിടക്കുന്ന കണ്ടു. അത് അപ്പം തന്നെ വണ്ടി ഇടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണു. വണ്ടി ഇടിച്ചവരെ നിർത്താതെ അങ്ങ് പോയി. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഞാൻ അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി അതിനെടുത്തു. സർവൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ല, കാരണം ഒരു നേരിയ ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാലും വേണ്ടിയില്ല, ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് ഡേ ഞാൻ പത്രം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ജീവൻ കൊടുക്കണേ, കാരണം എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാനാണല്ലോ. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും എല്ലാത്തിനും ജീവൻ ഒരുപോലെയാണ്. പിന്നെ അത് പെടയുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇതിനെ എങ്ങനെയെങ്കിലും നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർവൈവ് ചെയ്യില്ല, നമ്മൾ അടുപ്പിച്ച് 3-4 ദിവസമൊക്കെ കൊണ്ടുവരേണ്ടി വരും, നിങ്ങൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ഡേ കൊണ്ടുവന്നാൽ മതി. എക്സ്റേ എടുത്തപ്പം കഴുത്ത് ഫുൾ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, തല ഉയർത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇത് എന്തായാലും സർവൈവ് ചെയ്യും, ഞാൻ നാളെ ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും നഴ്സും ഒക്കെ ഒരു
പുച്ഛത്തോടെ എന്നെ നോക്കി ചിരിച്ചു. സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തതല്ലേ, മാതാവിനോട് പറയൂ, അതിനെ രക്ഷിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിനെ കൂടെ മടിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിതൊക്കെ അവിടെ അപ്ലൈ ചെയ്യാമെന്ന് അറിയില്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ഇതിനെ രക്ഷിക്കണം, അപ്പോൾ എൻ്റെ വീട്ടുകാർക്കും വിശ്വാസമാകും. അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ കാണുന്നത് വലിയൊരു മിറാക്കിളാണ്. ഈ പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കളിക്കുകയാണ്. അതിൻ്റെ കഴുത്തൊടിഞ്ഞതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, ഒരു ആക്സിഡൻറ്റ് പറ്റിയാണെന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഓടി നടന്ന് കളിക്കുകയാണ്. കഴുത്തിന് ചെറിയ വേദനയുണ്ട്, എന്നിരുന്നാലും ആൾ ഓക്കെ ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറൊക്കെ ഭയങ്കര അതിശയത്തിൽ നിൽക്കുകയാണ്. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു മിറാക്കിൾ പോലെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അടുപ്പിച്ച് 4 ദിവസം കൊണ്ടുപോയി. ഇപ്പോൾ അത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം നമ്മളെ വീട്ടിൽ നിന്ന് പോലും പോകാറില്ല, നമ്മളെ കൂടെ തന്നെയാണ്. അങ്ങനെ ഒരു അനുഗ്രഹവും മാതാവ് തന്നു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തമ്പുരാനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയും. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായ്കളില്ലാതായാലും, ഒലിവ് മരത്തിൽ ഫലങ്ങളില്ലാതായാലും, ആലയിൽ ആട്ടിൻകൂട്ടം അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും, സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഇതൊക്കെ തിരുവചനങ്ങളിലൂടെ പ്രവാചകൻ അരുളി ചെയ്യുമ്പോൾ, പ്രവാചകൻ്റെ ജീവിതത്തിൽ തനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ ശരണപ്പെടുന്ന പ്രവാചക ശബ്ദം, അതാണ് ഇന്ന് ഉടമ്പടിയുടെ അനുഭവങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുക. അതായത് 4 വർഷമായി നീതു PG കംപ്ലീറ്റ് ചെയ്തു. തനിക്ക് ഒരു ജോലിയോ ഒന്നും കിട്ടുന്നില്ല. വർഷങ്ങൾ കടന്നു പോകും തോറും ഇനി ജോലി കിട്ടില്ല എന്നുള്ള ഒരവസ്ഥ. താൻ എഴുതി PSC എഴുതി, അതിൻ്റെ ലിസ്റ്റ് വന്നു. തനിക്ക് മാത്രമില്ല, തൻ്റെ തൊട്ടു മുമ്പുള്ള കുട്ടിയെ വരെ വിളിച്ച് ലിസ്റ്റും ക്യാൻസലാക്കി. ഇങ്ങനെയൊക്കെയാണ് ഈ മകള് പിന്നീട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ്, അതായത് ഒരു കൃപാസന പത്രം ഈ മകൾക്ക് ലഭിച്ച് അങ്ങനെ ഇവിടെ വരികയാണ്. ആരോ കൊടുത്ത കൃപാസന പത്രം, അതിന്ന് നീതുവിനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിർത്തിയിരിക്കുകയാണ്. നാം ഒക്കെ കൊടുത്ത കൃപാസന പത്രത്തിലൂടെ ഇതേപോലെ ആൾത്താരയിൽ എത്ര പേര് വരും. അങ്ങനെ വന്ന് ദൈവം മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയല്ലേ. അതുകൊണ്ട് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം നേടുന്നത് അമ്മയുടെ നടയിലേക്ക് വ്യക്തികളെയാണ്, സ്വർഗത്തിലേക്ക് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികളാവുകയാണ് നാം. അങ്ങനെ ഈ മകളും ഇവിടെ വന്ന് പിന്നീട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്തു, ക്യാൻസൽ ചെയ്ത് പോയ ലിസ്റ്റാണ്. ക്യാൻസൽ ചെയ്ത ലിസ്റ്റിൽ നിന്ന് പോലും വീണ്ടും വിളി വരുന്നു എന്നാണ് നാം കേട്ടത്. അങ്ങനെ തനിക്കൊരു ജോലി കിട്ടി. വീണ്ടും അനുജൻ്റെ കാര്യം, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അതുപോലെ തന്നെ PSCയുടെയും ഒരു ടെസ്റ്റ് വന്നു ഒരേ ദിവസം. രണ്ടും ഒരേപോലെ സുപ്രധാനങ്ങൾ. അമ്മയോട് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ കേട്ടു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചെവിയോട് ചേർന്ന് അമ്മ നിൽക്കുകയാണ്. നാം പറയുന്ന, മക്കൾ പറയുന്ന ഓരോ വാക്കും അമ്മ ശ്രദ്ധിച്ച് കേൾക്കും. ഈശോയോട് അപ്പോഴപ്പോഴ് അമ്മ അത് നോട്ടിഫിക്കേഷൻ കൊടുക്കും ഈശോയ്ക്ക്. അങ്ങനെ അമ്മ കൊടുക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും ഈശോ തള്ളിക്കളയില്ല എന്നുള്ളത് തന്നെയാണ് കൃപാസന അൾത്താരയിലെ സാക്ഷ്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തുന്നത്. അവിടെ അനുജൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം മാറ്റിവെച്ചു. ഇതൊക്കെ തന്നെയല്ലേ സമയ ചുരുക്കവും ഭാരലഘുത്വവും. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്. ഇതൊക്കെയാണ് നീതുവിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് പ്രതിഫലിച്ച് കാണുവാൻ കഴിയുക. അങ്ങനെ ആ മകൻ്റെ എക്സാം മാറ്റിവെച്ചു, PSC അറ്റൻഡ് ചെയ്തു. രണ്ടും ആ മകന് ലഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ അഡ്വൈസ് മെമ്മോയുമായിട്ട്, തൻ്റെ ജോലിയുടെ അഡ്വൈസ് മെമ്മോയുമായിട്ട് അമ്മയെ വന്ന് കണ്ട്, അമ്മയെയാണ് ആദ്യമേ അഡ്വൈസ് മെമ്മോ കാണിക്കുന്നത്. അമ്മ കൊടുത്ത അഡ്വൈസ് മെമ്മോയാണ്, എന്നാൽ അമ്മയെ തന്നെ അത് ആദ്യമേ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇതൊക്കെ നമ്മോട് പറയുന്നത് കാലാകാലങ്ങളായി വിശ്വാസത്തിൽ വളർന്ന ഒരു സമൂഹമല്ല, എന്നാൽ താൻ ബൈബിള് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന ഒരു മകളാണ്. എന്നാൽ ഇന്ന് ബൈബിള് ആ മകൾക്ക്
ഹൃദയത്തിൽ എഴുതിയ പുസ്തകമാണ്. അങ്ങനെ ബൈബിള് ജീവിച്ചും ബൈബിള് വായിച്ചും ഇന്ന് എത്രയോ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജോലിയിൽ ഒക്കെ ഉണ്ടായ മാറ്റങ്ങളും, അതുപോലെ തനിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക, അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊരു കാരുണ്യ പ്രവൃത്തി തന്നെയാണ്. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ ഈ മകൾ തന്നെ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അഗതികളുടെ മന്ദിരങ്ങളിൽ പോയി അവരെ ശുശ്രൂഷിക്കുന്നു. കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് ഓടി നടക്കുന്നു. ഈ ഒരു തിടുക്കം, ഈ ഒരു ഓടി നടപ്പ്, ജീവിതത്തിൽ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം, ഈ ഓട്ടത്തിന് അമ്മയും നമ്മുടെ കൂടെ ഓടും. അതുകൊണ്ടാണ് സഞ്ചാരി മാതാവ് പോയി ലിസ്റ്റ് ക്യാൻസലാക്കി ലിസ്റ്റിൽ നിന്ന് ഈ മകളെ വിളിച്ചത്. അതുപോലെ അനുജൻ്റെ കാര്യവുമൊക്കെ. അങ്ങനെ അത്തിവൃക്ഷം പൂക്കുന്നില്ല, മുന്തിരിയിൽ ഫലങ്ങളില്ല, എല്ലാം സീറോയാണ്. എന്നാൽ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിൽ നാം എങ്ങനെ ഭാഗഭാക്കുകളാകുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ